പ്രായമായതിന്റെ ഒരു ക്ഷീണവും മുഖത്തില്ല. പപ്പായ്ക്ക് എന്താ സുഖ ജീവിതല്ലേ? ഈ സെമിനാർ ഇവിടെ വെക്കാൻ തോന്നിയതാ ഭാഗ്യായത്. അല്ലെങ്കിൽ ഇപ്പൊ ഈ പഞ്ചാബി തന്ത ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? രൺബീർ സിംഗ് കൺവിൻസ്ഡ് ആയ പോസ്റ്റിംഗ് ഉറപ്പാ. ഹീസ് ഓൾമോസ്റ്റ് എ വൺ മാൻ സെലക്ഷൻ കമ്മിറ്റി. പോസ്റ്റിംഗിന്റെ കാര്യത്തിൽ എന്താ മമ്മിക്ക് ഇത്ര ഭയം? മമ്മിയുടെ ക്രെഡൻഷ്യൽസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ പാനലില്? അതല്ല, നിന്റെ പപ്പ മണ്ടത്തിലൊന്നും എഴുന്നള്ളിച്ച് അയാളെ ബോറടിപ്പിക്കാതിരുന്നാ മതി. ആ, അയാൾ വന്നു തോന്നുന്നേ. യു ഗോ റിസീവ് ഹിം. ഞാൻ പപ്പയെ കൊണ്ടുവരാം. Hello, Margaret. Hello, Professor. My husband. Ranbir Singh Kheron. അറിയാലോ, മമ്മൂട്ടിയാണ്. ഡാനിയൽ തോംസൺ. We came here for a seminar, you know. I know. Professor, I hope you like the arrangements at the seminar. Of course. Professor, this is Renji Thomas. He runs the hospital now. Where is Dr. Thomas now? He went back where he came from. You mean? He is dead. That's why I am here. See you, Professor. Well, I must be off, Margaret. Hope for a speedy recovery, Mr. Danny. Thank you, Professor. Professor, your ticket is with the hotel reception. Thanks, Margaret. I'll collect it from them. ഈ പരിപാടി ശരിയാകുകയല്ല. എന്നെ കൊണ്ട് വയ്യ. ആശുപത്രിയിൽ കിടക്കണമെന്ന് പറഞ്ഞാൽ സമ്മതിക്കാം. ഇത് പറ്റുകയല്ല. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇതിവിടെ എന്താണ് കാര്യം? ആളുകൾക്ക് മനസ്സിലാകുകയല്ലേ? ഇവര് വെളിയിൽ നിന്ന് വരുന്നവരല്ലേ ഡാനി? They are not coming to verify. ഞാനിങ്ങനെ വീൽ ചെയറിൽ ഇരിക്കണത് കൊണ്ട് മാഗിക്ക് എന്താണ് കാര്യം? കാര്യമുണ്ട് ഡാനി. കാര്യമില്ലാണ്ട് പിന്നെ എങ്ങനെ ചെയ്യിക്കോ? There is a sympathy factor. ആ കിഴവനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ? അയാൾ വിചാരിച്ചെന്റെ പോസ്റ്റിംഗ് ഉറപ്പാ. മാർഗരറ്റെ, എനിക്കൊരു 100 രൂപ വേണം. എന്തിന്? എനിക്കിവിടെ ഇച്ചിരി കടമുണ്ട്. ആർക്ക്? അതിവിടെ മാധവിക്ക് കൊടുക്കാൻ. ആ നേഴ്സിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചോ? അത് പിന്നെ ഒരു സ്മാൾ അടിക്കാൻ വേണ്ടി. ഈ കള്ളുകൂടി ഒഴിവാക്കാൻ ഇവിടെ കൊണ്ടിട്ടത്. ഇവിടെയും കള്ളു കുടിച്ച് നടക്കന്നെ. വല്ലപ്പോഴേ ഉള്ളു. ആ പെൺകുട്ടിയുടെ അടുത്തു നിന്നൊക്കെ കടം വാങ്ങണത് എന്തൊരു നാണക്കേടാണെന്ന് അറിയോ? ഇത് 100 രൂപ. 200. പപ്പാ, I am off. നിന്റെ ഭാര്യ എവിടെടാ? അവക്ക് നല്ല സുഖമില്ല. അയ്യോ, അവക്ക് എന്നെ കാണുന്നതേ ഇഷ്ടമല്ല. വിട് പപ്പ. വിട്ട് എപ്പളേ വിട്ട്. See you, papa. Bye. Hey, old man, क्या हाल है? Good, very good. अरे हिंदी में बात करो यार. हिंदी अभी तक सीखा नहीं? थोड़ा थोड़ा. Speak in Hindi, man.
നിങ്ങ ഒരു വലിയ റിലീഫാണ് കേട്ടാ. അരേ നിങ്ങളുടെ അപ്പനുണ്ടായിരുന്നില്ല, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ചോടോയാ ഒരു തുള്ളി കുടിക്കാൻ സമ്മതിക്കാലെന്നേ. പിന്നെ ഹബീസ് യുവർ വൈഫ്. ഓ, അവക്ക് ഇവിടെ ഒന്നും പിടിക്കുന്നില്ല. അവൾക്ക് ആരെയും പിടിക്കാല. അതങ്ങനൊരു ജന്മം. അവളെ പറഞ്ഞിട്ട് എന്താ കാര്യം? കൊച്ചുങ്ങളുമില്ല. അവക്ക് അവളെ തന്നെയാ പിടിക്കാത്തത്. ഇത് ഡാനി. മുഴുവൻ പേര് ഡാനിയൽ തോംസൺ. 1930 മാർച്ച് 12 ഗുജറാത്തിൽ മഹാത്മാഗാന്ധി ഉപ്പ് കുറുക്കുവാൻ ദണ്ഡിയാത്ര ആരംഭിച്ച ദിവസം കേരളത്തിൽ ഒരു കടലോര ഗ്രാമത്തിൽ ഡാനി ജനിച്ചു. ആശുപത്രിയിലായിരുന്നു ജനനം. 1932 സെപ്റ്റംബർ 21 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച ദിവസം ഡാനിയുടെ അമ്മ അർബുദം മൂലം മരിച്ചു. 1934 സെപ്റ്റംബർ 13 തൃത്താലയിൽ MRB ഉമാദേവി അന്തർജനത്തെ വേളി കഴിച്ചുകൊണ്ട് നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ വിധവാ വിവാഹം നടത്തിയ ദിവസം ഡാനിയുടെ അപ്പൻ തലയിൽ തേങ്ങ വീണ് മരിച്ചു. 1947 ജൂലൈ 25 തിരുവനന്തപുരത്ത് ദിവാൻ സാർ CPA KCS മണി വെട്ടിയ ദിവസം ഡാനിയുടെ ചേട്ടൻ സന്ധ്യാവ് കടലിൽ മുങ്ങിച്ചത്തു. അന്ന് പഴയ ദില്ലിയിൽ ദാരിയാഗഞ്ചിലെ നെഹർവാലി ഹവേലിയിൽ അനാരോഗ്യത്തിന്റെ സംരക്ഷണയിലായിരുന്നു പർവേസ് മുഷാരഫ്. 1956 നവംബർ 1 കേരളം പിറന്നപ്പോൾ ഡാനിയുടെ വീട് കത്തിനശിച്ചതിനെ തുടർന്ന് അയാളുടെ ചേച്ചി ലിസമ്മ വെന്തു മരിച്ചു. ഒരുപാട് മരണങ്ങൾക്കിടയിലൂടെ വളർന്നു വന്ന ഡാനി അങ്ങനെ ഒരു ചരമഗായകനായി. കടപ്പുറത്തെ മുതലാളിയും ദാതയുമായ ഐസക് തോമസ് മേട്ടുകാരന്റെ മൃതദേഹത്തിനു മുന്നിൽ ഡാനി ഗിത്താർ മീട്ടി പാടുമ്പോൾ ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിലെത്തിയ ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ സഖാവ് EMSന്റെ നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുകയായിരുന്നു. ഏറെയും ഡാനി പാടിയത് സ്വന്തം രചനകളാണ്. പാട്ട് കൊള്ളാം കേട്ടാ. എന്റെ പൊന്നച്ചോ 5 രൂപേ. എടാ, ഞങ്ങ പള്ളിക്കാരുടെ കൂടെ നൊവേനക്ക് ഒരു രാത്രി മുഴുക്ക കൊട്ടിയിട്ട് കിട്ടിയത് 2 ഉലുവയാണ്. നമ്മുടെ ഗ്വാസയുടെ കെട്ടിയാള് വിരാണി ഇന്നാണാ നാളെയാണെന്ന് പറഞ്ഞ് കിടക്കാണ്. 2 രൂപ കിട്ടും. ഉശാലായില്ലേ? Uncle cry. People watching. ഡാനിയുടെ ചരമഗീതങ്ങൾ പക്ഷേ എല്ലായ്പ്പോഴും ഒരേപോലെ സ്വീകരിക്കപ്പെട്ടില്ല. Uncle cry. ഒന്ന് പോടാപ്പാ. വായിച്ചാകാൻ പറയടാ, വിവരം വേണ്ടേ? നീ ഇതെന്തോ അർത്ഥം കൊണ്ട് നിൽക്കണേണ്? എടാ, നിന്റെ കാര്യം ഞാൻ ആ സൈമനച്ചനോട് പറഞ്ഞിട്ടുണ്ടെന്ന്. പള്ളിപ്പാട്ടുകാരുടെ കൂടെ കയറി കിട്ടിയ നമുക്കതൊരു സ്ഥിര വരുമാനമായി. അതറിയാവാ നിനക്ക്?
എടാ ഡാനി, നിനക്കെന്താ ഗിത്താറിനോട് ഇത്ര വിരോധം? ഒരു വിരോധമില്ല ചോ. നീ അത് വീട്. നിനക്ക് ഗിത്താർ ശരിയാവില്ല. ഞാൻ നിനക്ക് അതിന് പകരം ഈ സാക്സോഫോൺ തരാം. നീ ഇത് വായിച്ചു പഠിക്ക. നിന്റെ ശബ്ദം നല്ലതാ. നീ അത് ഈ സാക്സോഫോണിലൂടെ പ്രകടിപ്പിക്കണം. നിന്റെ വായ്പാട്ടിനി വേണ്ട. ഫാദർ സൈമണ് ചെറിയ തോതിൽ നാടകത്തിന്റെ അസ്കിതയുണ്ട്. എനിക്ക് നമ്മുടെ പള്ളിയിൽ ഒരു അസൽ സംഗീത ട്രൂപ്പ് ഉണ്ടാക്കണം. മറ്റിടവകയെന്ന് വരെ നമുക്ക് ക്ഷണം ഉണ്ടാവണം. ഞാനത് ചെയ്യും. വെറുതെയല്ല യൂറോപ്പിൽ പോയി സംഗീതം പഠിച്ചത്. എ പെർഫെക്റ്റ് ഓർക്കസ്ട്ര വിത്ത് സാക്സഫോൺ, ഗിറ്റാർ, വയലിൻസ്. ഡാനിയുടെ ആദ്യ പ്രേമം. പ്രേമപരാജയം. എങ്ങനെയുണ്ട്? റിപ്പയറിങ്ങിന് വല്ലതും ഒക്കെ കിട്ടണുണ്ടാ? നീയേ ആ ബോർഡ് ഒന്ന് വായിച്ചു നോക്കിക്കേ. ഇംഗ്ലീഷ് വലിയ പാടാണ് കേട്ടാ. ചേട്ടാ അത് വളരെ സിമ്പിൾ അല്ലേ? റിപ്പയർ വോം എഴുതിയ ശരിയാണ്. എന്നാ പിന്നെ നിനക്കങ്ങോട്ട് വായിച്ചൂടെ? എനിക്കറിയാമെങ്കിൽ പിന്നെ നിന്നാണ് പറയാം. ഇനി മലയാളത്തിൽ എന്താണ് എഴുതിയേക്കണത്? എല്ലാതാ രംറിപ്പയറുകളും രംറിപ്പയറുകളോ എല്ലാതരം റിപ്പയറുകളും എന്താടാപ്പ നിനക്ക് മലയാളം വായിക്കാനും അറിയാം. നീ എന്ത് പഠിക്കാനാണ് പള്ളിക്കൂടത്തിൽ പോയത്? പഠിക്കണം. അതിന് മനുഷ്യനെ പഠിക്കാൻ വിടണ്ടേ? എന്നും സ്കൂളിന്റെ വാതുക്ക വന്ന് വട്ടുകളിക്കലല്ലേ നിന്റെ പണി? എന്നെ ഒന്ന് മനസമാധാനമായിട്ട് പഠിക്കാൻ വിട്ടിട്ടുണ്ടാ? അത് കൊള്ളാം. നീ പഠിക്കാത്തത് നമ്മുടെ കുറ്റാണ്. അത് വിട്. നമ്മുടെ ഡിക്രൂസ് എഴുതിയതല്ലേ? കറക്റ്റ് ആയിരിക്കും കേട്ടാ. ഞാനിപ്പ വന്നതേ നിന്റെ ജീവിതം ഒന്ന് റിപ്പയർ ചെയ്താലോ എന്ന് ഓർത്തിട്ടാണ്. ജീവിതം റിപ്പയർ? അതെന്താണ്? നീ ഒരു പെണ്ണ് കെട്ടടാപ്പാ. ഓ അതെന്താണ്? നീ ഇപ്പോഴും ആ പഴയ ഗ്രേസിനോർത്തോണ്ട് നടക്കണേണ? എങ്ങനെ കഴിഞ്ഞുകൂടുമെന്ന് ഓർക്കണേണ് ഞാൻ. അവളെയൊക്കെ ഞാൻ എന്നേ പറഞ്ഞു. എടാ നിനക്കൊരു എമണ്ടം പെണ്ണിനെ ഞാൻ ഇടപാടാക്കിയിട്ടുണ്ടെന്ന്. ആരാണെന്ന് അറിയാവാ? ആരാ? ക്ലാര, നമ്മുടെ തദ്ദേവൂസ് മേസരിയുടെ മോള്. നീ എന്താണെന്നും ഉണ്ടാത്തത്? എടാ ഒരു പെണ്ണിനെ പോറ്റാനുള്ള കഴിവൊക്കെ എനിക്കുണ്ടാവുക. എടാ ഇതൊക്കെ താനെ അങ്ങോട്ട് ഉണ്ടാകലല്ലേ? നിനക്ക് ഇഷ്ടം പോലെ റിപ്പയർ പണി ഞാൻ പിടിച്ചു തരാം. പിന്നെ നിന്റെ സാക്സ് വായനെ പറ്റി അച്ഛനാണെങ്കിൽ ഭയങ്കര മതിപ്പാണ്. പരിപാടി ഇഷ്ടം പോലെ കിട്ടും. ഇങ്ങനെയൊക്കെ അല്ലേടാ ജീവിച്ചു പോണത്. ഞാനും പോറ്റണില്ലേ ഒരു 3-4 എണ്ണത്തിന്. എടാ ക്ലാര നല്ല സുന്ദരിയല്ലേ? അതിന് അവള് സമ്മതിച്ചോടാ? അവക്കടെ അപ്പൻ സമ്മതിക്കും. പിന്നെയാണ് അവള് കുളിക്കുമ്പോ നീ പോയടാപ്പാ. നീ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. നീ കെട്ടാൻ പോണ പെണ്ണാണ്. എന്റെ ശരിക്കിനുള്ള പേര് ഡാനിയൽ തോമസ് എന്നാണ്. പക്ഷേ എല്ലാരും വിളിക്കുന്നത് ഡാനി ഡാനി എന്നാണ്.
ക്ലാരനെ ഞാൻ ക്ലാരയെന്ന് വിളിച്ചോട്ടെ? ക്ലാരെ, ഞാനൊന്നുകൂടെ ഇരുന്നോട്ടെ? ഇനിയിപ്പോ പണിയും മണി കൂടുതൽ എടുക്കേണ്ടി വരും, ചെലവ് കൂടുകയല്ലേ. ഞാൻ ഈ കയ്യലൊന്ന് പിടിച്ചോട്ടെ? നല്ല സ്വാഫ്റ്റ് കൈയാണല്ല. റിപ്പയർ പണി കിട്ടും, പക്ഷെ നമ്മ കുത്തിയിരുന്ന് പണിയെടുക്കേണ്ടി വരും. ഞാനീ ത്വാളത്തൊന്ന് കൈവച്ചോട്ടെ? ഇതാണ് ഡാനിയേ. ആ, ഇതാണ് തെറുതത്താത്ത. നമ്മുടെ ക്ലാരേനെ നല്ലോണം നോക്കിക്കോളൂ. പെൺകൊച്ചെവിടെയാ? അകത്തുണ്ട്. ഏ അകത്തുണ്ട്. ക്ലാരേ, തെറുതത്താത്തി വരണുണ്ട്. തിരമാലകളുടെ തീരത്ത് ഫ്ലോറി എന്നൊരു ഗർഭിണിയെ വീട്ടിലോട്ട് ചെല്ലട്ടിടി, വച്ചിട്ടോട് നടക്കില്ല. പിന്നെ ഒന്നാ പെങ്കൊച്ചിനെ കൊണ്ട് വീട്ടിലാട്ട് പോന്ന്, വെറുതെ നാട്ടുകാരെ കൊണ്ട് നാട്ടിക്കാണ്ട്. ശരി പോ. എന്താടാ? ആ പെങ്കൊച്ചിന് വയറ്റിലുണ്ടെന്ന്. പാവം. എന്താണ് സംഗതി? പള്ളിയിൽ കാവല് കിടക്കാൻ പോയതാണ്, ഇപ്പൊ അതേ കുളി തെറ്റി. എന്താണ് പിന്നെ, പപ്പായി മോളും കൂടെ ജാഥ കാണാൻ ഇറങ്ങിയതാണ്. നോക്കടാ, എന്റെ ലൂസിയനെ കാണാൻ എന്ത് ചേലാടാ അല്ലേ മോളെ? അത് ഈ പ്രായത്തിലുള്ള കിടാങ്ങളെയൊക്കെ കാണാൻ നല്ല ചേലായിരിക്കും. ഇത് അതുപോലെ അല്ലടാ. എന്ത് മുടുക്കത്തിയാടാ എന്റെ മകള്. ഞാനുണ്ടല്ല, ഇവിടെ ഉണ്ടല്ല, ഇവളെ ഞാൻ. നീ ഇവിടെ ആരാക്കാൻ പോണേണ്? ഞാനിവളെ ഇവളെ ഒരു പിടിയും കിട്ടില്ല. ചിലപ്പോ അങ്ങനെയാണ്. ഇപ്പൊ തന്നെ ഒരു ഇച്ചിരി കള്ളു കുടിക്കാൻ എന്താണ് വഴിയെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു പിടിയും കിട്ടണില്ല. എടാ, നമ്മക്ക് ഈ സമരക്കാരന്മാരുടെ കൂടെ കൂടിയാലാ കള്ളു ഷാപ്പ് പിക്കറ്റിങ്ങിനും മറ്റേ പോയാ ഇപ്പൊ ഒന്നും മിനിങ്ങാനുള്ള ചക്രം കിട്ടൂന്ന്. 1959 ജൂലൈ 31 EMSന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ പിരിച്ചുവിടപ്പെട്ടു. വിമോചന സമരത്തിന്റെ വിജയം ആഘോഷിച്ച് തെരുവിലിറങ്ങിയ ജാഥയ്ക്ക് ഡാനിയും ഫ്രെഡിയും സാക്സഫോണും ഡ്രമ്മുമായി അകമ്പടി സേവിച്ചു. വൈകിയാണ് അവർ വീടുകളിലെത്തിയത്. ക്ലാരേ, 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 ലൂസിയാൻ, ലൂസിയാ. ക്ലാര എന്തിനാണ് പോയതെന്ന് ഡാനി ഒരിക്കലും അറിഞ്ഞില്ല. ക്ലാരേ, ലൂസിയാനെ കുറിച്ചുള്ള ഓർമ്മകളിൽ സ്വയം അറിയാതെ ഡാനി മൺശില്പങ്ങൾ പണിതുകൊണ്ടേയിരുന്നു.
ഇവിടെ ഇന്നൊരു പെരുന്നാളുണ്ടായിരുന്നല്ല. അത് പൊളിഞ്ഞ് കരക്കാര് തമ്മിൽ തല്ലുംപിടിയായേ, പെരുന്നാളും തീർന്നു. ആഹാ, അപ്പൊ നുമ്മൈനെ എന്ത് ചെയ്യും? നിന്റെ ഈ കാശ് എത്രയുണ്ട്? കാശ് കാശ് ആകെ 8 അണേ ഉള്ളൂ. നീ 2 കുപ്പി പറ. അപ്പൊ തിരിച്ചെങ്ങനെ പോവും? അതപ്പ നോക്കടാപ്പ. എന്നാ 2 കുപ്പി. പെരുന്നാളിന് വായിക്കാൻ വന്നതാണല്ലേ. പെരുന്നാളൊക്കെ നമ്മുടെ നാട്ടുകാർ അലങ്കോലാക്കി. എന്താ അങ്ങടെ പേര്? ഫ്രെഡി. ഡാനി. ലത്തീൻ കത്തോലിക്കര? ഞാൻ ചവരോ. ചവരോ മുതലാളി. ആ, നമ്മുടെ ആൾക്കാരെ കാണുമ്പോ ഒരു സന്തോഷം. ഇന്ന് നിങ്ങക്ക് എന്റെ വക ഇഷ്ടം പോലെ കുടിക്ക്. എന്റെ മകളുണ്ടല്ലോ മാഗി, അവള് എന്റെ മകളാ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും അവള് എന്റെ മകള് തന്നെയാ. നിങ്ങളാരാ ഈ വേഷമൊക്കെ കെട്ടി ഇവിടെ കറങ്ങി നടക്കുന്നത് എന്തിനാ? അല്ല, ഞങ്ങ ഡാനി. ഫ്രെഡി. നിങ്ങളാ? നിങ്ങള് വാ, നമുക്ക് വീട്ടിലോട്ട് പോവാം. ഇന്ന് അത്താഴം എന്റെ വക. വാ. നിങ്ങളിരിക്ക, ഞാൻ ദേ വരണം. മാർഗരറ്റെ, മാർഗരറ്റെ, വല്ല പിള്ളേരെ പിടുത്തക്കാരോ മറ്റോ ആവോ കർത്താവേ? പിന്നെയും പഞ്ഞ് തല്ലി ഒള്ളിക്കാൻ. ഒന്ന് നിക്കടാ, ഈ വയസ്സന് ഓടിക്കാതെടാ മക്കളെ. എനിക്കൊരബദ്ധം പറ്റിയതാ മക്കളെ, പൊറുക്കണം. പൊറുക്കാനാ? നല്ല കാര്യമായി. ഇത് പറയാനെങ്കിലും ഞങ്ങളുടെ ബാക്കി കിട്ടിയല്ല, അത് ഞങ്ങളുടെ ഭാഗ്യം. എടാ മക്കളെ, നിങ്ങളുടെ അപ്പന്റെ പ്രായമല്ലേ, ഒന്ന് ക്ഷമിക്ക്. ഞാൻ ഇന്നലെ കുറച്ച് ഓവറായി പോയതാ. നിങ്ങളെ എന്റെ വീട്ടുകാർക്ക് പരിചയപ്പെടുത്താൻ പോലും പറ്റിയില്ല. എന്റെ തെറ്റ്. നിങ്ങളെ കണ്ടതിന്റെ സന്തോഷം ചില്ലറയൊന്നും അല്ലാട്ടാ. എന്റെ കൂട്ടുകാരായിരുന്നവരൊക്കെ ചത്തുപോയി. കള്ള് വാങ്ങിച്ചു കൊടുത്താൽ കുറെ എണ്ണം പുറകെ നടക്കുമെന്നല്ലാതെ ആ കനാലിന്റെ കരയിലെ പിള്ളേരാണെങ്കിൽ നമ്മളെ കണ്ടാ ഗവനിക്കേ ഇല്ല. നമുക്ക് വിദ്യാഭ്യാസം ഇല്ലല്ലോ. അതിപ്പോ ഇവനും ഇല്ല. നിനക്കൊരു പാടുണ്ടെന്ന് പോടാപ്പാ. താൻ എത്ര വരെ പഠിച്ച്? ഞാൻ 3 വരെ പഠിച്ച്. 5ാം ക്ലാസ് വരെ പഠിച്ചവനാ ഞാൻ. അതൊന്നും അല്ല വിദ്യാഭ്യാസം. BA, MA. അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഇന്നലെ നിങ്ങൾ മാർഗരറ്റിനെ കണ്ട? ഇന്നലത്തെ കാര്യമൊന്നും പറയാതിരിക്കുകയാണ് ഭേദം. അതെന്റെ തെറ്റ്. മാർഗരറ്റ് എന്റെ ഒറ്റ മകളാ, കോളേജിൽ ലെക്ചറാ. ഇനി അവളെ ഉള്ളു ബാക്കി. 4 പെൺമക്കളുണ്ടായിരുന്നു. 3 എണ്ണം കെട്ടി തൂങ്ങി ചത്തു. വലിയ വാശിക്കാരായിരുന്നു. ഇപ്പൊ മാർഗരറ്റിനും തുടങ്ങിയിട്ടുണ്ട് ഒരു വാശി.
നിനക്ക് ഈ ജന്മത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ചാൻസ് ആണിത്. അങ്ങനെയാണോ നീ പറയണത്? പിന്നല്ലാണ്ട്. എടാ, ഈ ചവരോ മുതലാളിയുടെ മുഴുവൻ സ്വത്തിനും അവകാശിയായ ഒരൊറ്റ മകള് മാർഗരറ്റ് അവിടെ കെട്ടുക എന്ന് വെച്ചാൽ നിസ്സാര കാര്യമാണ്. നീ കോളടിച്ച് നടത്താം. നിനക്ക് സുഖമായിട്ട് ഒരല്ലലും ഇല്ലാണ്ട് ജീവിക്കാം. എടാ, ഒരു കോപ്പ കള്ളടിക്കാൻ വേണ്ടി നമ്മ പെടണ പങ്കപ്പാട് മുഴുക്ക നിനക്കറിയാവല്ല. ഇനി അതിന്റെ ഒന്നും ഒരാവശ്യവും നിനക്കുണ്ടാകില്ലെന്ന്. എന്നാലും വല്ലവന്റെയും പുറകെ പോയി വയറ്റിലുണ്ടായ പെണ്ണിനെ... എടാ, നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നീ നേരത്തെ ഒരു കല്യാണം കഴിച്ചതല്ലേ? നിനക്കൊരു കൊച്ചു ഉണ്ടായി. അവരിപ്പോ എവിടെയാണെന്ന് പോലും നിനക്കറിഞ്ഞൂടാ. അല്ല, അത് പോട്ടെ. നീ ക്ലാരയുടെ കൂടെ ജീവിച്ചത് കൊണ്ടല്ലേ നിനക്കൊരു കൊച്ചുണ്ടായത്. അതുപോലെ ഈ മാർഗരറ്റ് കെട്ടൂന്ന് ഉറപ്പുള്ള ഒരാളുടെ കൂടെ ജീവിച്ച് വയറ്റിലുണ്ടായി. അയാള് പെട്ടെന്ന് ചത്തും പോയി. അതിനീ മുതലാളി എന്ത് ചെയ്യാനാണ്? മകൾക്കിഷ്ടം ഒരു അന്യജാതിക്കാരന്റെ കൂടെ ജീവിക്കാനാണെന്ന് അറിഞ്ഞിട്ടും അതിന് സമ്മതിച്ച മനുഷ്യനാണ്. നമ്മളോട് ഇതൊക്കെ തുറന്ന് പറഞ്ഞതുമാണ്. നിന്റെ കാര്യം വല്ലതും അയാൾക്കറിയാവുക. ഇനി ആ പെണ്ണ് ആ ഗർഭം അലസിപ്പിക്കാൻ സമ്മതിച്ചു എന്ന് വിചാരിക്കും. പിന്നെ നിന്നെ കൊണ്ട് എന്താണ് കാര്യം? കൊള്ളാവുന്ന ഒരുത്തനെ കൊണ്ട് ആ പെണ്ണിനെ കെട്ടിച്ചൂടെ? അപ്പ ആ കൊച്ചാണ് കാര്യം. അവക്ക് ആ കൊച്ചിനെ വേണം. കൊച്ചിന ഒരപ്പനെ വേണം. അതാണ് നീ. ഇതിൽ നിനക്കെന്താണ് നഷ്ടം? ഞാൻ ആരുമല്ല, എനിക്കും ആരുമില്ല. എന്നാലും ഞാൻ നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കാൻ തയ്യാറാ. പക്ഷേ അവക്കുണ്ടാകാൻ പോണ കൊച്ച് അല്ലേ? എടാ, നിനക്കവളി കൊച്ചുങ്ങളുണ്ടായ അവറ്റകളെല്ലാം ഒരുപോലെ ആവൂലേ? നിന്റെ കൊച്ചുങ്ങളുടെയും മറ്റേ കൊച്ചിന്റെയും തള്ളയൊന്നാവൂലേ? കറക്റ്റാണ്. നിനക്ക് ഈ പറയണതൊന്നും മനസ്സിലാകണില്ലേ? എടാ, നിനക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. എന്റെ മാനം പോവാതെ നീ നോക്കിയാ മതി. എന്റെ മോളുടെ പേരിൽ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. എന്റെ പരമ്പരയെങ്കിലും നിലനിൽക്കട്ടെ. ആ പന്തലുകാരെയൊക്കെ പറഞ്ഞു വിട്ടോടാ. ഇത് ഞാനെടുത്തെന്ന് നീ അച്ഛനോട് പറഞ്ഞേക്കൂല്ലേ? അച്ഛനോട് ഞാൻ എല്ലാ വിവരങ്ങളും പറഞ്ഞോളാം. അച്ഛൻ സന്തോഷിക്കുള്ളൂ. ആ, അച്ഛന് മനസ്സിലാവും. എടാ ഫ്രെഡി, എനിക്കൊരു ഇച്ചിരി പേടിയുണ്ട് കേട്ടാ. നീ എന്തിനാടാ പേടിക്കണത്? അല്ല, ഇവരൊക്കെ വലിയ ആളുകളാണെന്ന്. അതിന് നമ്മക്കെന്താടാ? കഷ്ടപ്പാടില്ലാണ്ട് ജീവിക്കാൻ നോക്കടാ. നീയായിട്ട് ആരെയും മെക്കിട്ട് കയറാൻ പോകണ്ട കേട്ടാ. പോട്ടെ. ഡാനി ഇരിക്കേ. ഡാനി ഡാനി എന്നല്ലേ വിളിക്കേണ്ടത്?
ഡാനി ആ ലോക്കറ്റിലുള്ള ഫോട്ടോ ഒന്ന് നോക്കിയേ. ഷൺമുഖദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എന്റെ ജീവനായിരുന്നു. അപ്പന്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഡാനിയെ കല്യാണം കഴിച്ചത്. പിന്നെ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് പപ്പാന്ന് വിളിക്കാൻ ഒരാൾ വേണമെന്നുള്ള ചിന്തയും. പക്ഷേ അപ്പനോട് ഞാനൊരു നിർബന്ധം പറഞ്ഞിരുന്നു. നമ്മൾ തമ്മിൽ ശാരീരിക ബന്ധമൊന്നും പറ്റൂല എന്ന്. ഡാനിക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. വെളിയിൽ ഡാനി എൻ്റെ ഹസ്ബൻഡായിരിക്കും. വെളിയിൽ മാത്രം. ഡാനി പോയി കിടന്നോളൂ. ഇങ്ങനെയെല്ലാം ചെയ്യണമെന്നാണ് ഡാനിക്ക് അപ്പോൾ തോന്നിയത്. പക്ഷെ ഡാനി ചെയ്തത് ഇയാള് ഭാഗ്യമുള്ളവനാണ്. ഡാനിയുടെ നീണ്ടതും ദുരിതപൂർണവുമായ രണ്ടാം ദാമ്പത്യം ഇങ്ങനെ ആരംഭിച്ചു. ഡാനിയുടെയും മാർഗരറ്റിന്റെയും വിവാഹ പിറ്റേന്ന് ചവരോ മുതലാളി ഇങ്ങനെ കാണപ്പെട്ടു. തന്റെ സ്വത്ത് മുഴുവൻ മാർഗരറ്റിന്റെയും ഡാനിയുടെയും പേരിൽ കൂട്ടായി എഴുതി വെച്ചാണ് ചവരോ മുതലാളി പോയത്. ഇങ്ങനെ ഒരു രക്ഷയെങ്കിലും നൽകിയില്ലെങ്കിൽ മാർഗരറ്റ് ഡാനിയെ ഒഴിവാക്കുമെന്ന് നല്ലവനായ ചവരോ കരുതിയിരുന്നുവോ? ചവരോ മുതലാളിയുടെ മരണശേഷം മാർഗരറ്റ് ഡാനിയോടൊപ്പം പട്ടണത്തിലേക്ക് താമസം മാറ്റി. ഫെബ്രുവരി 2-ാം തീയതി രണ്ടാം പൊതു തെരഞ്ഞെടുപ്പ് ദിവസം പട്ടണത്തിൽ വെച്ച് മാഗി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. റോബർട്ട്. സാറിന്റെ അതേ മൂക്ക. അയ്യോ സിസ്റ്ററെ, കുഞ്ഞു മാറി. ഇത് അപ്പുറത്തെ കട്ടില്ലയാ. അയ്യോ, രണ്ടെണ്ണത്തിന് എന്റെ മുഖച്ചായാണ്. ഓ സാഹിബേ, ഒരു ഗ്ലാസ് അടിച്ചു നോക്കണ. ഉഗ്രൻ സാനാ. മണവാട്ടിന്നാ പേര്. കഴിച്ചത് കണ്ടില്ലേ? ആ, ഇതുപോലെ നാണിക്കും മണവാട്ടി.
എങ്ങനെയുണ്ട്? അയ്യോ പോലീസ്. വീടിന് വെളിയിലെ ഡാനിയുടെ വ്യായാമങ്ങൾ അങ്ങനെ അവസാനിച്ചു. ഡാനിയെ ഇംഗ്ലീഷ് പറയുവാൻ പഠിപ്പിക്കാനായി ആഗ്നസ് 1964 സെപ്റ്റംബർ 24 തീയതിയാണ് ആദ്യമെത്തിയത്. ഇതിനിടയിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രണ്ടായി കഴിഞ്ഞിരുന്നു. ഇന്തോ പാക് യുദ്ധത്തെ സംബന്ധിച്ച ഉത്കണ്ഠകൾ നിലനിന്നിരുന്നു. കേരളത്തിൽ ഗവർണർ വി വി ഗിരിയുടെ ഉപദേശത്തിൽ കേന്ദ്രഭരണമായിരുന്നു. That's very kind of you. Beg your pardon? Elementary. If you please, you may go now. On the other hand, with regard to. Never heard of it. Not only, but also. By the way, absolutely impossible. That was most beautiful. Very nice of you. You said it. We'll be seeing you soon. In the event of... ചെറിയ തോതിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിച്ച ഡാനിയെ മാർഗരറ്റ് പാർട്ടികൾക്ക് കൊണ്ടുപോയി തുടങ്ങി. ഹലോ മിസ്റ്റർ കുറുപ്പ്. ഡാനിയൽ തോംസൺ. മിസ്റ്റർ ഡാനിയെ ഈ വഴിക്കൊന്നും കാണാറേ ഇല്ലല്ലോ. ഇദ്ദേഹം എപ്പോഴും എസ്റ്റേറ്റിൽ തന്നെയാണ്. എസ്റ്റേറ്റ് കാര്യം കഴിഞ്ഞ ബാക്കി എന്തുള്ളൂ. പ്ലീസ് ഹെൽപ്പ് യുവർ സെൽഫ്. അധികം കുടിച്ച് പോറാക്കരുത്. താങ്ക് യു. ഹലോ. ഐ എം പ്രൊഫസർ നിലാംബരൻ. ഐ എം ഡാനിയൽ തോംസൺ. മിസ്റ്റർ ഡാനി, പാക് യുദ്ധത്തിലെ നമ്മുടെ ടാക്ടിക്സിനെ പറ്റി എന്ത് പറയുന്നു? Very bad. What do you mean? I mean very good. Control yourself. ഒരുപാട് കഴിക്കരുത്. That's very kind of you.
ഗ്രേറ്റ് പെർഫോമൻസ്. താങ്ക് യു. ഞാൻ ഡാനിയുടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഐ വിൽ ഗിവ് യു ആൻ എൻലാർജ്ഡ് കോപ്പി. ഓക്കേ. ഡാനിയുടെ പാർട്ടി യാത്രകൾ അതോടെ മുടങ്ങി. ഇപ്പൊ ഈ ചിത്രം കണ്ടാല് ഡാനി പണ്ട് വലിയൊരു സാക്സോഫോൺ പ്ലെയർ ആയിരുന്നു എന്ന് തോന്നും. ഞാൻ എന്തെങ്കിലും ആയിരുന്നു ആർക്കെങ്കിലും തോന്നിക്കോട്ടെ മാർഗരറ്റെ. സ്ത്രീകളുടെ സെക്ഷൻ കംപ്ലീറ്റ് ഞങ്ങൾ മാഡത്തിനെ ഏൽപ്പിക്കുകയാണ്. ദാറ്റ് വിൽ ബി ടേക്കൻ കെയർ ഓഫ്. നിങ്ങൾ ബാക്കിയുള്ള ഏരിയാസ് ഒക്കെ ശ്രദ്ധിച്ചാൽ മതി. അതൊക്കെ മാനേജ് ചെയ്തോളാം മാഡം. ഞങ്ങൾക്ക് പക്ഷേ വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ അത്? നമ്മുടെ കൾച്ചറൽ ഈവനിങ്ങിന് മിസ്റ്റർ ഡാനിയുടെ ഒരു സോളോ സാക്സഫോണും കൂടെ വേണമെന്നുണ്ടായിരുന്നു. അയ്യോ, അത് സാധ്യമല്ല. അദ്ദേഹത്തിന് ഇപ്പോ വായിക്കാൻ പാടില്ല. ഈ ആസ്മയുടെ ട്രബിൾ ഉണ്ടേ. അഞ്ചു വയസ്സുകാരൻ റോബർട്ടിനെ ഡാനിയുടെ സാക്സഫോൺ താരാട്ടായിരുന്നു. പതിനാറുകാരൻ റോബർട്ടിന് സാക്സഫോൺ തീരെ രസിച്ചില്ല. പപ്പക്ക് ഉറക്കമില്ലേ? ഈ ഒരു സാധനം വായിച്ചോണ്ട് ഏപ്രിൽ 19 സഞ്ജയ് ഗാന്ധി തുർക്ക്മാൻ ഗേറ്റ് പൊളിച്ച ദിവസം ഡാനിക്കൊരു കത്ത് വന്നു. സാറിനൊരു കത്തുണ്ട്. എനിക്കിത് എവിടെ നിന്നാണ്? എനിക്കും അത്ഭുതമായി. താൻ തന്നെ ഇതൊന്നും അങ്ങോട്ട് പൊട്ടിച്ച് വായിച്ചേ. സാറിത് സാറിന്റെ മകളുടെ കല്യാണക്കത്താ. ലൂസിയാൻ? അതെ, ലൂസിയാൻ. എന്റെ മകളാടോ അത്? അവക്കടെ കല്യാണമാണ്. എവിടെ വെച്ചാണെന്ന് ഇതിനകത്തുണ്ടാ? ബാംഗ്ലൂരിൽ വെച്ച്, ചെറുക്കന്റെ സ്ഥലത്ത്. ഇതേത് മകളാണ് സാർ? ഇതാടോ എന്റെ മകള്. മാർഗരറ്റെ, എനിക്ക് 2 ആഴ്ച കഴിഞ്ഞൊന്ന് ബാംഗ്ലൂർ വരെ പോകണം. ബാംഗ്ലൂർക്കോ? എന്തിന്? എന്റെ മകളുടെ കല്യാണമാണ്. നിങ്ങളുടെ മകളാ? അതേ മാർഗരറ്റെ, എന്റെ മകളുടെ കല്യാണം. എവിടുന്നാ ഇപ്പൊ ഒരു മകള് വന്നത്? എവിടെയായിരുന്നു ഈ മകൾ ഇത്രയും കാലം? ഇനി എത്ര രഹസ്യങ്ങളുണ്ട് നിങ്ങൾക്ക്? മാർഗരറ്റെ, എന്നാട് നീ ഒന്നും ചോദിച്ചിട്ടില്ലല്ല. നിന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ ആരാണെന്നും കൂടെ നീ അന്വേഷിച്ചിട്ടില്ലല്ല. എനിക്ക് കേക്കണ്ട. എങ്ങുമില്ലാത്തൊരു മകള് വന്നിരിക്കുന്നു. ഒരിടത്തേക്കും പോണ്ട. ഒരു കല്യാണത്തിന് പോകാൻ ഞാൻ സമ്മതിക്കില്ല. 16 വയസ്സായി ഇവിടെ നമ്മുടെ മോന്. അവരോട് എന്താ ഞാൻ പറയാ? നിങ്ങൾക്ക് പണ്ടിങ്ങനെ ഒരു മോളുണ്ടായിരുന്നോ? അവനാട് നമ്മ പലതും പറയണ്ടെന്ന് വെച്ചിട്ടുണ്ടല്ലോ മാർഗരറ്റെ. നിങ്ങൾ എന്നെ പേടിപ്പിക്കാ? ആർ യു ബ്ലാക്ക്മെയിലിംഗ് മീ? ഒച്ചയിടണ്ട, ഞാൻ എങ്ങും പോണില്ല. റോബർട്ടിന്റെ കൂടെ എസ്റ്റേറ്റ് വരെ ഒന്ന് പോണം. എനിക്ക് പ്രാവശ്യം പോകാൻ പറ്റില്ല. അവിടെ ചെന്നിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് മാർഗരറ്റെ? അതൊക്കെ റോബർട്ടിന് അറിയാം. ഓ,
പപ്പ ഇതൊരു 5 മിനിറ്റ് നേരത്തെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? ഞാനൊന്ന് കോളേജിൽ പോയ ശേഷം ഇഷ്ടം പോലെ വായിച്ചോ. പപ്പാക്കൊരു 20 രൂപ താടാപ്പാ. കള്ളു കുടിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ മമ്മി അറിയണ്ട. 1978 ഒക്ടോബർ 27 തീയതി കോളേജിലേക്ക് പോകുന്ന റോബർട്ടിനെ നമ്മൾ തൽക്കാലം ഇവിടെ ഉപേക്ഷിക്കുന്നു. വീണ്ടും കാണുന്നതുവരെ. 70കളുടെ അവസാനത്തിൽ മാർഗരറ്റും ഡാനിയും അതേ നഗരത്തിൽ ചവരോ മുതലാളിയുടെ വക മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റി. 1980 ഡിസംബറിൽ ഒരു രാത്രി മാർഗരറ്റിന്റെ വീട്ടിൽ പ്രൊഫസർ പത്മനാഭ മേനോനും സംഘവും ഒത്തുചേർന്നു. പുറത്ത് ആന്റണിയും നയനാരും ഒരുമിച്ച് ഭരിക്കുകയായിരുന്നു. മാർഗരറ്റിന് ഡിപ്പാർട്ട്മെന്റ് ഹെഡായി പ്രൊമോഷൻ കിട്ടിയതായിരുന്നു ഈ വിരുന്നിന് കാരണം. എവിടുന്ന് ഈ മനോഹരമായ സംഗീതം? That's Danny. ഡാനി? Yes, my husband. വളരെ പ്രസിദ്ധനായ ഒരു സാക്സോഫോൺ പ്ലെയർ ആണ്. വിദേശത്തായിരുന്നു. എന്നിട്ട് എന്താ പുള്ളി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്? ഓ, അദ്ദേഹം ഒരു പ്രത്യേക ടൈപ്പാ. നെവർ ഗെറ്റ്സ് ഔട്ട് ഓഫ് ഹിസ് റൂം. ഓഹോ. അവിടെ ഇരുന്ന് എന്തെങ്കിലും വായിക്കും, അല്ലെങ്കിൽ സാക്സോഫോൺ പ്ലേ ചെയ്യും. I see. മാഡം, ഒരു തവണ അദ്ദേഹത്തോട് ഞങ്ങൾക്ക് വേണ്ടി ask him to play sax. ഡാനി, How is the party, Margaret? ഞാൻ ദേ കൃത്യം മാർഗരറ്റ് പറഞ്ഞ ആ അളവിൽ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ബാക്കി ദേ ഇവിടെ വെച്ചേക്കുന്നുണ്ട്. അതല്ല ഡാനി, ഡാനി എന്റെ ഗസ്റ്റിന് വേണ്ടി ഒന്ന് സാക്സോഫോൺ വായിക്കണം. ഡാനി പ്ലീസ്. ഡാനി ഒരു ഫേമസ് സാക്സോഫോൺ പ്ലെയർ ആയിരുന്നു എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അത് കൊള്ളാം. അപ്പൊ ഫോട്ടോയ്ക്ക് ഒരു പർപ്പസ് ആയി കേട്ടാ. അങ്ങനെ നമ്മ വേറെ ഏതാണ്ടും കൂടെ ഫേമസ് സാക്സഫോൺ പ്ലെയർ. ഞാനേ വായിക്കാം, അവരോട് അവിടെ ഇരുന്ന് കേട്ടോളാൻ പറ. ഡാനി, നോ, ഞാനിവിടെ ഇരുന്ന് വായിക്കാം, എനിക്കാരെയും കാണണ്ട. ഇതുപോലെ നമ്മുടെ എക്കണോമിക്സിലെ സോമന്റെ വൈഫ് അസലായിട്ട് നൃത്തം ചെയ്യും. ആ, ഹലോ ഡാനി. ഹലോ പ്രൊഫസർ പത്മനാഭൻ. ആ, മിസസ് ഗാന്ധിയുടെ ദാരുണമായ വധത്തിന്റെ പശ്ചാത്തലത്തിൽ മഹാത്മാഗാന്ധിയുടെയും നോൺ വയലൻസിന്റെയും പ്രസക്തി ഏറുകയാണ്. അപ്പോ മാഡം ഒരു പേപ്പർ തയ്യാറാക്കിയിട്ടുണ്ട്, എഗെയിൻസ്റ്റ് വയലൻസ്. അതൊന്ന് നോക്കിക്കളയാമെന്ന് കരുതി. പ്രൊഫസർ, one of the most illustrious leaders of modern India. The tragic death of Madam Indira Gandhi came as a jolt to the Indian psyche. Every Indian should be ashamed. Every Indian should own up responsibility to this gruesome act of violence. Violence is anti-nature, just as it is inhuman. For any act of violence done on any human disrupts the harmony. What is this? മാഗി വളരെ സുന്ദരിയാണ്. You get out! I'm sorry. I was overwhelmed. Sorry. Get lost. വരട്ടെ. By mistake. By mistake.
Deliberate. Then it's all right. ആയിരത്തി 1978 ഒക്ടോബർ 27 കോളേജിലേക്ക് യാത്രയായ റോബർട്ടിന്റെ മനസ്സ് ഓൾറോയുടെ മകൾ അന്നയുമായുള്ള പ്രണയത്താൽ അസ്വസ്ഥമായിരുന്നു. റോബർട്ട് പിന്നീട് അന്നയെ വിവാഹം ചെയ്ത് ഓൾറോയുടെ ഒത്താശയോടെ ഭാര്യയുമായി നൈജീരിയയിൽ പോയി ധാരാളം പണവും 2 കുട്ടികളെയും ഉണ്ടാക്കി തിരികെ വന്നു. നഗരത്തിലെ അഭിജാതമായ ഒരിടത്ത് ഒരു വലിയ വീട് വയ്ക്കുകയും അന്ന, മാഗി, ഡാനി, കുട്ടികൾ എന്നിവർക്കൊപ്പം അവിടെ താമസമാക്കുകയും ചെയ്തു. ബൈ പപ്പ. ബൈ. ബൈ. ഈ കാലത്തിനിടയിൽ സോവിയറ്റ് യൂണിയൻ തകരുകയും മാർഗരറ്റ് റിട്ടയർ ആവുകയും ബാബറി മസ്ജിദ് പൊളിക്കുകയും ചെയ്തു കഴിഞ്ഞിരുന്നു. ജയ് ശ്രീറാം. ജയ് ശ്രീറാം. ജയ് ശ്രീറാം. മുടി കൂടുതൽ കൊഴിയുകയും നരയ്ക്കുകയും ചെയ്തതൊഴിച്ചാൽ ഡാനിക്ക് ഈ വർഷങ്ങൾ കാര്യമായ മാറ്റമൊന്നും ഉണ്ടാക്കിയില്ല. അന്നയുടെ വരവ് പക്ഷേ ഡാനിയുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കി. ഐ ഹേറ്റ് ഹിം. യൂസ്ലെസ് ഫെലോ. എന്ത് ചെയ്യാൻ അന്ന? എന്റെ പപ്പയായി പോയില്ലേ? നിങ്ങൾക്ക് സഹിച്ചേ പറ്റൂ. എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. ചുമ്മാതല്ല എന്റെ അപ്പൻ ഇത്രയും പണം മുടക്കി എനിക്ക് ഈ വീട് വെച്ച് തന്നത്. സമാധാനമായിട്ട് ജീവിക്കാനാ. അയാളുടെ മുഖം കണ്ടാൽ തന്നെ എന്റെ മനസമാധാനം പോവും. പപ്പ ഗ്രാൻഡ്പായ്ക്ക് 50 രൂപ വേണമെന്ന് പറഞ്ഞു. പപ്പ ഇപ്പൊ കുടിക്കാൻ പോകണ്ട. വെറും 2 പെഗല്ലേടാപ്പാ. അന്നയ്ക്ക് ആരും കുടിക്കുന്ന ഇഷ്ടമല്ല. മമ്മി വല്ലപ്പോഴും കഴിക്കുന്നതോടെ ഞാൻ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തിരിക്കുക. ദൈവഭയമുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ വളർന്നത്. എന്റെ അപ്പൻ എന്നെ വളർത്തിയതും അങ്ങനെയാ. ഈ വീട്ടിൽ ആരും കള്ളു കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കള്ളു കുടിച്ചിട്ട് ആരും ഇങ്ങോട്ട് വരികയും വേണ്ട. അയ്യോ തുടങ്ങി. ഈ മാരണം ഇനി എപ്പോ അവസാനിക്കാവോ? വായിച്ചോട്ടെ അന്ന. എനിക്കും വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. എന്തെങ്കിലും പാസ് ടൈം ആയിക്കോട്ടെ. മറ്റുള്ളവരെ ഉപദ്രവിക്കൽ അങ്ങനെയുള്ള പാസ് ടൈം. എന്നെ കൊണ്ട് സഹിക്കാൻ വയ്യ. നിങ്ങൾ എന്ന് പറ, ഒന്ന് നിർത്താൻ പറ. എന്നെ കൊണ്ട് വയ്യ. വേണമെങ്കിൽ നീ എന്ന് പറ. എന്താ എന്താ അന്ന ഇങ്ങനെ അലറുണ്ടായിരുന്നു. അലറും. എന്റെ മനസമാധാനം നശിപ്പിച്ചാൽ ഞാൻ അലറ തന്നെ ചെയ്യും. മമ്മിക്ക് എന്തെങ്കിലും ഉപദേശിക്കാനുണ്ടെങ്കിൽ അങ്ങനെ പോയി ഉപദേശിക്കേ. കഴിക്കേ.
അപ്പൊ പോട്ടെ. ഗ്രാൻഡ്പാ വരട്ടെ. ഞാൻ പോവാ, 4 മണിക്ക് വരാം. നിങ്ങൾ കാശ് കൊടുത്തോ? ഇല്ല, എന്റെ താക്കോൽ എപ്പോഴും എന്റെ കയ്യിലുണ്ടാവും. ഷെൽഫിൽ നിന്നൊന്നും കാശ് എടുക്കാൻ പറ്റില്ല. ഷോ, നീ വലിയ കാശ് കൊടുത്തോടി. അതിന് എന്റെ ഇടുന്ന കാശ്. No, 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 no. 50 rupees. We pay you 50 rupees. Make it 100. All right, okay. Okay. Thank you. Thank you. ഇതിന് മമ്മി എന്ത് സമാധാനാ പറയണത്? എനിക്കിനി ഒന്നും പറയാനില്ല. എന്താ നിങ്ങളുടെ ഇഷ്ടം എന്ന് വെച്ചാൽ ചെയ്തോളൂ. പപ്പാ, ഒന്നിങ്ങി ഇറങ്ങി വന്നേ. ഇങ്ങി ഇറങ്ങി വന്നേ. എന്താ അവിടെ പ്രശ്നം? ഗ്രാൻഡ്പാടെ പടം പത്രത്തിൽ അടിച്ചു വന്നു. ഓ, അതിനത്ര ദേഷ്യപ്പെടാൻ എന്താ? എനിക്കറിയാൻ പാടില്ല. എന്താ പാപ്പ ഇത്? ഫണ്ണി. എന്ത് ഫണ്ണി? ഇയാൾ എന്നെ പോലെ ഇരിക്കണ്. 1998 മാർച്ച് 19 EMS അന്തരിച്ച അപരാഹ്നത്തിനും വാജ്പേയി സ്ഥാനാരോഹണം ചെയ്ത സായാഹ്നത്തിനും ഇടയ്ക്കെപ്പോഴോ ഡാനിയെ ഹൃദ്രോഗം ആരോപിച്ച് നഴ്സിംഗ് ഹോമിൽ പ്രവേശിപ്പിക്കുവാനായി കൊണ്ടുപോയി. ഓ, ഗൗരവത്തിലാണല്ല. മുരുക, മുരുക, 200 രൂപയുണ്ട്. 100 പഴയ കട, ബാക്കി 100 രൂപയ്ക്ക് ഇത്. എന്താണ് മാധവി കൊച്ചിനൊരു ഗൗരവം? അവൾക്ക് ഈ കല്യാണക്കാരി അല്ലാണ്ട് വേറൊന്നും പറയാനില്ല അമ്മാവ. പിന്നല്ലാണ്ട് എന്നും ഇങ്ങനെ ഒളിച്ചും പതുങ്ങി കഴിയാന്നാ. എന്റെ അവസ്ഥ എന്താ നീ മനസ്സിലാക്കാത്തത്? 3 പെങ്ങന്മാരാ എനിക്ക്. അവറ്റകളെ കെട്ടിച്ചു കൊടുക്കാണ്ട് എനിക്ക് ഇവിടെ കെട്ടാൻ പറ്റുമോ? അത് പറ്റില്ല. പക്ഷെ രാത്രിയിലെ പതുങ്ങി വരവിനെ ഒരു കുറവും ഇല്ലല്ലോ. നിങ്ങളെ വഴക്കിന് ഞാനില്ല. ടോക്കിംഗ് ഓഫ് ഫിലിംസ്, ഞാൻ ഈ അടുത്തൊരു പടം കണ്ടു. ഫെമിനിസ്റ്റ്, പ്രോഗ്രസീവ് എന്നൊക്കെ കൊട്ടിഘോഷിക്കപ്പെട്ട പടം. അത് ഫെമിനിസ്റ്റ് ഫിലിമൊന്നുമല്ല. വാസ്തവത്തിൽ അതൊരു ട്രാപ്പാണ്. വിമൻ ഓറിയന്റഡും അല്ല, പുരുഷന്മാർക്ക് എതിരെയും അല്ല. ഒരാൾക്ക് പകരം ഒരു പെണ്ണ് 5 ആണുങ്ങളെടുത്ത് സറണ്ടർ ചെയ്യുന്നു. ഡിപ്ലോറബിൾ. ഡോക്ടർ പടം കണ്ടോ? ഞാൻ ഈ ആർട്ട് ഫിലിംസ് ഒന്നും കാണാറില്ല. ഈവൻ ഇൻ ബംഗാളി. എനിക്കിഷ്ടം ഹിന്ദി ഫിലിംസ് ആണ്. അമിതാഭ്, ഷാരൂഖ് ഖാൻ. അല്ലെങ്കിലും ഈ ആർട്ട് ഫിലിംസ് എല്ലാം നല്ലതൊന്നുമല്ല. എക്സെപ്റ്റ് ഓഫ് കോഴ്സ് ദ ഫിലിംസ് ഓഫ് ഡാനി. ഇത് എവിടെയായിരുന്നു? മാർഗരറ്റെ, ആ സാക്സോഫോൺ ഒന്ന് കിട്ടിയിരുന്ന കൊള്ളാറുണ്ട്. എന്തിനാ? ആശുപത്രിയിൽ വായിച്ചുകൊണ്ട് നടക്കാനാ? അതിപ്പോ ഏതായാലും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട.
അടങ്ങി ഒതുങ്ങി മുറിക്കകത്ത് ഇരുന്നൂടെ? സൂക്കേടൊന്നും ഇല്ലാന്ന് അറിയിക്കാനാ ഇങ്ങനെ തെണ്ടി നടക്കണത്? അതിന് എനിക്ക് ഹാർട്ട് ട്രബിൾ ഇല്ലാന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല മാർഗരറ്റെ. എന്നിട്ടാ കടം വാങ്ങി കള്ളു കുടിച്ച് നടക്കണത്? അത് ഹാർട്ട് ട്രബിൾ ഉള്ളവർക്ക് 2 പെഗ് വരെ ആകാന്ന് പറഞ്ഞിട്ടുണ്ട് മാർഗരറ്റെ, നമ്മുടെ ഡോക്ടർ രഞ്ജി തോമസ്. ഇത് എന്തിനാന്നറിയോ? കൂട്ടിക്കല് നമ്മുടെ എസ്റ്റേറ്റ് വിൽക്കാൻ പോവുക. 38 ലക്ഷം. നല്ല വിലയാണെന്ന് അന്ന പറഞ്ഞത്. ഞാനേ ഡോക്ടർ രഞ്ജി തോമസിന്റെ അടുത്ത് ഒരു കുറിപ്പടി മേടിക്കട്ടെ. ഡെയിലി 2 ഡ്രിങ്ക് ആകാന്ന്. ഡെയിലി 2 ഡ്രിങ്ക്. ഒരു ഡ്രിങ്കിനും 30 രൂപ. 30 എവിടെ? കൊടുക്കത്ത വിലയല്ലേ. 40 രൂപ വെച്ച് ഡെയിലി 2 ഡ്രിങ്ക് ആകുമ്പോ മന്ത്ലി എന്താകും മാർഗരറ്റെ? ബുൾഷിറ്റ്. ഡെയിലി കള്ളു കുടിക്കാൻ ഞാൻ കാശ് തരണമെന്നോ? പതുക്കെ. ആ സിസ്റ്റർ, ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? താങ്ക് യു. ഷീ ഈസ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഡേഞ്ചർ. പക്ഷേ 2 ദിവസം ഇവിടെ കഴിയേണ്ടി വരും. കാണാൻ പറ്റുമോ? പ്ലീസ്. അവർക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? ഒരു കുഴപ്പമില്ല. താങ്ക് യു. ചെല്ലേ, പോയി കിടന്നുറങ്ങാൻ നോക്ക്. ബോധം തെളിഞ്ഞു. ഞാനിന്ന് അകത്ത് കയറി കണ്ടോട്ടെ? അതിനെന്താ, കണ്ടോളൂ. താങ്ക് യു. Good evening, teacher. ഇരിക്കൂ. ഞാൻ ടീച്ചറാണെന്ന് എങ്ങനെ അറിഞ്ഞു? ഡോക്ടർ രഞ്ജി തോമസ് പറഞ്ഞു. ഞാൻ ഡാനി, റൂം നമ്പർ 2. ടീച്ചറിനിപ്പ എങ്ങനെയുണ്ട്? ആ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്നാ ഞാൻ പിന്നെ വരാം. ഞാനിവിടത്തെ ഒരു പെർമനന്റ് ഇൻമേറ്റാ.
250 rupees മതി. അത് ശരി, കണ്ട പെണ്ണുങ്ങൾക്ക് ബൊക്കെ വാങ്ങിച്ചു കൊടുക്കല ഇപ്പൊ നിങ്ങളുടെ പണിയില്ലേ? എനിക്കറിയാം നിങ്ങളെ. അയ്യോ മാർഗരറ്റെ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല. കണ്ട തള്ളാർക്കൊക്കെ ബൊക്കെ വാങ്ങിച്ചു കൊടുക്കാനൊന്നും എന്റെ കയ്യിൽ കാശില്ല. നിങ്ങളൊരു വഷളം തന്നെ. എല്ലാതേ ഇച്ചിരി എനിക്ക് തരൂ. അയ്യോ, അവിടെ ആകെ മീതയിൽ ആൽക്കഹോൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്താണ്? അത് പിന്നെ മദ്യ ദുരന്താവും. അതിന് കുറെ പേര് ചത്താലല്ലേ മദ്യ ദുരന്തവുള്ളൂ. ഈ വല്യപ്പിന് ഇതെന്തു പറ്റി? ഇന്ന് കുറച്ച് കുടിക്കണം മാധവി. മുരുകനെയാണെങ്കിൽ കാണാനുമില്ല. കാശുള്ള വീട്ടിലെ പെങ്കൊച്ചിനെ കെട്ടാൻ പോണത്രേ, പെങ്ങന്മാർക്ക് സ്ത്രീധനം കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് നല്ലതല്ലേ? ഞാൻ ചാവും. কে আছে? বাইরে কেউ দাঁড়িয়ে আছে? ए भाई साहब, व्हाट्सअप? ওই বুড়ো লোকটা কি চায়? ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ ഇവൻ എന്തിനാ ചെയ്തതെന്ന്? എന്തായിരുന്നു നിന്റെ മനസ്സിൽ? വാട്ട് വാസ് യുവർ പ്രോബ്ലം? പ്ലീസ്, ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? ഡാനി എന്താ ആലോചിക്കുന്നത്? ഞാനേ എന്റെ സാക്സഫോണിന്റെ കാര്യം ഓർക്കുക. അത് കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് വായിക്കാറും. ഡാനിയുടെ സാക്സഫോൺ വായന കേൾക്കണമെന്ന് വാസ്തവത്തിൽ എനിക്ക് മോഹമുണ്ട്. ഞാനത് വായിക്കണത് അവർക്ക് ആർക്കും ഇഷ്ടമല്ല. ഞാനിങ്ങനെ ജീവിച്ചിരിക്കണമെന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാ ഞാൻ ആരുമല്ല. ഒരു പരിപാടിയില്ല. പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ വെറുതെ ഒരു ജീവിതം. ആകപ്പാടെ വല്ലപ്പോഴും ഇച്ചിരി കള്ളു കുടിക്കാനൊരു സുഖം.
അതിനാണെങ്കിൽ കൈ കാ ചക്രവും ഈ മോളിൽ കൂടെ പറക്കണ പറവകളെ കാണുമ്പോഴേ അതുങ്ങളെ പോലെയാണോന്ന് തോന്നുന്നു. ചുമ്മാതെ ഇങ്ങനെ പറന്ന് നടക്കാല്ല. താഴെയാണെങ്കിൽ മനുഷ്യന്മാരെ ഇടവും ബലവും ബഹളവും തമാശയും യുദ്ധവും അടിപിടിയും കല്യാണവും ഒന്നോർത്ത നല്ല തമാശ ഈ പരിപാടി. എന്ത് ജീവിതമേ. ഉറൂബിന്റെ ഒരു നോവലില് ഒരു സന്ദർഭമുണ്ട്. അമ്മിണി അല്ല മിണ്ടാപ്പെണ്ണ് നായികയുടെ അമ്മ മരിച്ചു എന്നറിഞ്ഞ് കഷ്ടം എന്ന് പറയുന്ന നായകനോട് നായിക ജീവിതം എന്നാണ് പറയേണ്ടത്, കഷ്ടം എന്നല്ല. ഞാൻ വായിച്ചിട്ടില്ല, വായിക്കാൻ പഠിച്ചിട്ടില്ല. വായിക്കാൻ പഠിച്ചെങ്കിൽ വായിച്ചുണ്ടെങ്കിലും ഇരിക്കാം. ഡാനി അപ്പൊ സ്കൂളിൽ പോയിട്ടില്ലേ? സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്, അരിയാസ് തൊട്ട് കളിക്കാൻ. സ്കൂളിൽ പോയിട്ടൊന്നും വലിയ കാര്യമില്ല ഡാനി. ഹെഡ് മിസ്റ്റർ സാർ എന്ന ടീച്ചറാണ് ഈ പറയണത്. ഹെഡ് മിസ്ട്രസ് ആയിരുന്നതൊക്കെ ശരിയാ, പക്ഷേ ഇപ്പൊ തോന്നുന്നു എന്റെ സ്വന്തം കുട്ടികളെ പോലും ശരിക്ക് പഠിപ്പിക്കാൻ എനിക്കായില്ലെന്ന്. എനിക്ക് നാട്ടിൽ നിന്ന് പോരണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല. എൻ്റെ ഇളയ മോളുടെ പെട്ടെന്നുള്ള ആത്മഹത്യ എന്നെ തളർത്തി. പാവം, അവളൊരു ക്രിസ്ത്യാനി പയ്യനുമായിട്ട് പ്രേമത്തിലായിരുന്നു. ഞാൻ അറിഞ്ഞ ബഹളം ഉണ്ടാവുമെന്ന് കരുതിയിട്ട് അവൾ സ്വയം ഒഴിഞ്ഞു പോവേ. ഞാൻ അവിടെ തനിച്ചാവണ്ടെന്ന് പറഞ്ഞ് ജയലക്ഷ്മി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പക്ഷേ എനിക്കിവിടെ ഇവരോടൊന്നും ഒരടുപ്പവും തോന്നണില്ല. കാര്യം എൻ്റെ മോള് തന്നെ. പക്ഷെ ജയലക്ഷ്മിയൊക്കെ വല്ലാതെ മാറിപ്പോയി. ഡാനി എന്താ ചിരിക്കണത്? ടീച്ചർ പറയണത് കേട്ടോണ്ടിരിക്കുമ്പോ അറിയാണ്ട് ചിരിച്ചു പോയതാ. എങ്ങാണ്ടെന്നൊക്കെ വന്ന നമ്മള് രണ്ടാളും തമ്മിൽ ഏതാണ്ടൊക്കെയോ ചേർച്ചയുണ്ട്. നമ്മൾ രണ്ടാളും ഹാർട്ട് പേഷ്യൻസ് ആയതുകൊണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിലും തരക്കേടില്ലായിരുന്നു. ഇതേ എനിക്കൊരു രോഗവും ഇല്ല. പിന്നെ ഡാനി ഇവിടെ ആശുപത്രിയില്? അതിന് എന്നെ ഇവിടെ ഒഴിവാക്കാനും കൊണ്ടുവന്നിട്ടിരിക്കണല്ലേ ടീച്ചറെ. അദ്ദേഹം 19 കൊല്ലം മുമ്പ് മരിച്ചു. പ്ലൂറിസി ആയിരുന്നു. എങ്ങനെയുള്ള ആളായിരുന്നു ടീച്ചറുടെ ഹസ്ബൻഡ്? അദ്ദേഹം ഒരു പാവായിരുന്നു. എനിക്കായിരുന്നു എപ്പോഴും അപ്പർ ഹാൻഡ്. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കണമായിരുന്നു. ഒരുപാട് വായിക്കുമായിരുന്നു. വളരെ ശാന്തനായ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഒരു ഗുണവും എൻ്റെ മക്കൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. ഏയ് ഓൾഡ് മാൻ, കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. പുറത്തൊന്നും കൊണ്ടുപോകുന്ന ഇൻസ്ട്രക്ഷൻസ്. ഈ ബ്രാൻഡിക്ക് എന്താ വില? ഏത് ബ്രാൻഡി? ഏത് ബ്രാൻഡി ആയാലും മതി. 36 റുപ്യയുടെ ഉണ്ട്, 45-ന്റെ ഉണ്ട്, 55-ന്റെ ഉണ്ട്. അത്രയും കാശ് എൻ്റെ കയ്യിലില്ല. ഒരു 15 രൂപയ്ക്ക് ബ്രാൻഡി തരും. ഏയ് ഓൾഡ് മാൻ, ഒരുപാട് കഴിക്കണ്ട. കൈ വിടറോ, ഞാൻ ബ്രാൻഡി കുടിക്കാൻ വന്നതാണ്. കാശുണ്ട്, അത് ഫ്രെഡിയാണല്ലോ. Who is that? My best friend Freddy. Hey, Danny. ഡാനി, എത്ര കൊല്ലായടാ? ഞങ്ങ 40 കൊല്ലം കൂടി കാണണേനു. മുമ്പൊക്കെ ഒരു ദിവസം കൂടെ ഞങ്ങ കാണാണ്ടിരുന്നിട്ടില്ല. 40 കൊല്ലമായി അല്ലടാ? പ്രായമായ ആളല്ലേ,
ഒരു ശ്രദ്ധയൊക്കെ വേണ്ടേ? ഇങ്ങനെ അങ്ങ് വിട്ടാലോ? ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. കണ്ട അലവലാതയുടെ ഒക്കെ കൂട്ടുകൂടണ്ടെന്ന് ഫാദറിനെ പറഞ്ഞ് മനസ്സിലാക്കണം. അവനെ ഞങ്ങൾ വേണ്ട പോലെ നോക്കിക്കോളാം. ഡോണ്ട് ബോദർ. നിങ്ങൾ പോയിക്കോളൂ. Don't talk nonsense. ഓക്കെ. ഒന്ന് പോയെന്റെ മുപ്പിന്നേ. ഭയങ്കര തെമ്മാടിത്തം തന്നെ പാപ്പയെ കാണിച്ചത്. ചോടോയാ, ഇറ്റ് വാസ് മൈ ഫാൾട്ട്. അതല്ല ഡോക്ടർ, കുറച്ചെങ്കിലും ആലോചിക്കണ്ടേ മറ്റുള്ളവരെ പറ്റി? ഇമ്മാതിരി സ്കാൻഡൽസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ആകെ ചൂടായിരിക്കും മമ്മി. ഇനി പഠിക്കാതെ കയറലെന്നാ പറഞ്ഞിരിക്കുന്നത്. അന്നയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. പാപ്പ കുറച്ചെങ്കിലും മനസ്സമാനം താ പ്ലീസ്. ആശാൻ എന്നെ ശരിക്കും വീട്ടിൽ വീഴ്ത്തി. സോറി ഡോക്ടർ. ഇറ്റ്സ് ഓക്കെ. വിട്, പോയി വിശ്രമിക്കാൻ നോക്ക്. ഒരു സ്മോള് വേണോ? ഡാനി എവിടെയായിരുന്നു? ഡാനിയുടെ കാര്യമൊക്കെ അറിഞ്ഞു. മനസ്സിനൊരു സുഖവും ഇല്ല ടീച്ചറെ. എന്റെ ഫ്രെഡി ആ ലോക്കപ്പിൽ കിടന്ന് എന്താവും അറിയില്ല. ആരാ ഫ്രെഡി? എന്റെ ക്ലോസ് ഫ്രണ്ടാ. 40 കൊല്ലം കഴിഞ്ഞ് കണ്ടതാ അവന്. എന്നെ ലോക്കപ്പ് എന്നിറക്കാൻ ആളുണ്ടായി. അവൻ ആരും ഉണ്ടായില്ല. ഡാനിക്ക് നല്ല ക്ഷീണുണ്ട്, പോയി കിടന്നുറങ്ങും. ഇതാരാണ് ഇയാള്? ഇവളാണ് പ്രീതാമേനോൻ, മൂത്തവന്റെ ഉത്തമന്റെ മോളാ. അമേരിക്കക്കാരിയാ. എന്തിനാ മകളെ കരയണത്? എന്നാലും എന്നിങ്ങനെ ചതിച്ചില്ലേ? എനിക്ക് സഹിക്കാൻ പറ്റണില്ല. മോളെ, പുറത്ത് ആരോ കരയണുണ്ട്. അച്ഛമ്മയ്ക്ക് തോന്നുന്നായിരിക്കും. അല്ല മോളെ, ഒരു വല്ലാത്ത ശബ്ദം. അച്ഛമ്മ പ്ലീസ്, വെറുതെ ഓരോന്ന് തോന്നുക.
സംസാരിക്കണ്ട, കിടന്നോളൂ. എന്താ അമ്മയുടെ പരിപാടി? അമ്മ എന്താ സോഷ്യൽ സർവീസിന് വന്നതാ? അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് വന്നതല്ലേ? എന്നിട്ട് ഇവിടെ ഇങ്ങനെ ആൾക്കാരെ ശുശ്രൂഷിക്ക? ആരാ അയാള്? അയാൾക്ക് അസുഖമാണെങ്കിൽ അമ്മയ്ക്ക് എന്താ? ഒരു മനുഷ്യനല്ലേ മോളെ, അയാളുടെ ആൾക്കാരും വന്നില്ല. അതുകൊണ്ട് ആരുമില്ലാത്തവർക്കൊക്കെ അമ്മയാ? അമ്മമ്മേ ഒരു കുറ്റമൊന്നും അല്ലല്ലോ ഞാനിപ്പോ ചെയ്തത്. അമ്മയ്ക്ക് 10-65 വയസ്സായില്ലേ? വല്ല രാമായണവും വായിച്ചിരിക്കാണ്ട് മനുഷ്യരെ സഹായിക്കാൻ നടക്കുന്നു. ജയലക്ഷ്മി, നിനക്ക് 40 കഴിഞ്ഞു. അതുകൊണ്ട് അല്ല, 25 കൊല്ലം കഴിഞ്ഞാ നിനക്കും രാമായണം വായിക്കാലോ എന്ന് ആലോചിക്കായിരുന്നു. ഡാനിക്ക് പൂക്കൾ ഇഷ്ടാണല്ലോ എന്ന് കരുതി. താങ്ക് യു. ഇരിക്ക്. എന്റെ ഗ്രാൻഡ് ചിൽഡ്രനാ. ഇത് ആൽഫ്രഡ്, എൽഡ. പോട്ടെ. How are you, Grandpa? ഫൈൻ ഫൈൻ. ഗ്രാൻഡ്മ എന്തി? വന്നുണ്ട്. Let's go for a walk. നല്ല സൗകര്യത്തിലാണല്ലോ വിസിറ്റേഴ്സ് ഒക്കെ ആയിട്ട്. മനുഷ്യരെ എങ്ങനെ നാണം കെടുത്താന്നില്ല അല്ലേ? കൂട്ടുകാരൻ കണ്ടപ്പോ യു ബിക്കെയിം ക്രേസി. പോവായിരുന്നില്ലേ അയാളുടെ കൂടെ? ഏതായാലും ഇപ്പൊ സമാധാനായി. ഹാർട്ട് അറ്റാക്ക് ഇല്ലാന്നുള്ളതായിരുന്നു കംപ്ലൈന്റ്. അതിപ്പോ മാറിക്കിട്ടി. അത് തനിക്ക് നല്ലതല്ലേ മാർഗരറ്റെ? നീ നോണ പറയണ്ടല്ല. ഓ അത് ശരി. എന്നെ സഹായിക്കാനായിരുന്നു ഈ പങ്കപ്പാട്. വെറുതെ എന്റെ വായിലൊരിക്കുന്നത് കേക്കണ്ട. ഡാനി, ടീച്ചർ പോണേണ. അഡ്രസ് എഴുതിയിട്ടുണ്ടോ ടീച്ചറെ? ഇത് ഇവിടുത്തെ അഡ്രസ്, ഇത് നാട്ടിലെ. ഞാൻ ആരെങ്കിലും കൊണ്ട് വായിപ്പിച്ചോളാം. ഡാനിയുടെ അഡ്രസ് ഒന്ന് പറഞ്ഞു തരുമോ? എന്റെ അഡ്രസ് ഇത് തന്നെയാണ് ടീച്ചറെ. പെർമനന്റാ. ഇറങ്ങട്ടെ. ഞാൻ വരാട്ടാ, വീട്ടിലായിട്ട് വരാം. বুড়োটা দাঁড়িয়ে আছে। Sit down. Thank you. So, what's up, old man? Nothing, doctor. എനിക്കൊരു
ഫോൺ വിളിക്കണം മാർഗരറ്റിന്. प्लीज डू इट. चाय पियोगे? सुनो, 2 चाय करो. മാർഗരറ്റെ, എനിക്ക് കുറച്ച് കാശ് വേണം. എനിക്ക് എന്റെ മകളെ ഒന്ന് കാണാൻ പോണം ബാംഗ്ലൂർ. ഇല്ല, തിരിച്ചു വരികയല്ല. ഐ ആം ലീവിംഗ്. अरे व्हाट्स इट यार? आर यू लिविंग? യെസ്, ഐ ആം ലീവിംഗ്. ഞാൻ ഈ ജീവിതത്തിൽ കണ്ട ഏറ്റവും നന്ദി കെട്ട മനുഷ്യൻ ആരാണെന്ന് അറിയോ ഡോക്ടർക്ക്? ദേ ഇയാളാ. എത്ര വർഷം ഞാൻ തീറ്റിപ്പോറ്റിയതാണെന്ന് അറിയോ ഇയാളെ? ഞാൻ കണക്ക് പറയാമെന്ന് വിചാരിക്കണ്ട. പക്ഷേ ഡോക്ടർ വിചാരിച്ച ഇയാളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഗിവ് മി എ ലെറ്റർ. ഇയാൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് യാത്ര ചെയ്യാൻ പാടില്ല എന്ന്. പിന്നെ ഞാൻ നോക്കിക്കോളാം. ഡോക്ടർ ആ ലെറ്റർ തന്നാ മതി. സോറി, ഐ കാന്റ് ഡു ദാറ്റ്. വൈ? നിങ്ങൾ എന്താ എന്നെ കുറിച്ച് കരുതിയത്? ഞാനൊരു മനുഷ്യനാണ് മാഡം. ദാ ഈ വയസ്സിനെ പോലെ. ഈ നിൽക്കുന്ന വയസ്സിനുണ്ടല്ലോ, ഇതൊരു മനുഷ്യജീവിയാണ്. അറിയോ നിങ്ങൾക്ക്? ഡോക്ടർ, ബസ്. നോ ആർഗ്യുമെന്റ്സ്. ഐ ആം ലീവിംഗ്. ഡാനി പോകരുത്. അല്ല മാർഗരറ്റെ, എനിക്ക് പോകണം. എന്നെ നാണിപ്പിക്കരുത്. ദയവ് ചെയ്ത് പോകരുത്. ഇതില് നിനക്ക് നാണിക്കേണ്ട യാതൊന്നുമില്ല മാർഗരറ്റെ. പിന്നെ ഞാനിങ്ങനെ വെറുതെ ചില സ്ഥലങ്ങളൊക്കെ കാണാൻ പോയെന്ന് പറഞ്ഞാ മതി ആരെങ്കിലും ചോദിച്ച. പിന്നെ തിരിച്ചു വരാതാകുമ്പോ വേറെ എന്തെങ്കിലും ഒരു കാരണം പറയാം. പപ്പാ, വേണ്ട മകനെ, നീ എന്നെ അങ്ങനെ വിളിക്കണ്ട. ഞാൻ നിന്റെ പപ്പായൊന്നുമല്ല, നിന്റെ മമ്മിക്കറിയാം. ഐ ആം സോറി. അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല മക്കളെ. പപ്പായും ഗ്രാൻഡ് ബായി ഒക്കെ തന്നെയാണ്. പക്ഷേ ഞാനിപ്പോ പോണേ. മമ്മി, ഞാൻ ടീച്ചറുടെ വീടും തിരക്കി നടക്കായിരുന്നു. ഇവിടെ കണ്ടത് നന്നായി. ഞാൻ നാട്ടിൽ പോവാ. ജയലക്ഷ്മിക്കും രാമഭദ്രനും സ്വത്ത് ഭാഗം വയ്ക്കാൻ തിടുക്കായി. ഞാനും പോണേ ടീച്ചറെ. അതെയോ? ഡാനി എങ്ങോട്ട് പോകുന്നു? എനിക്കിന്ന് ബാംഗ്ലൂര് പോണം. എന്റെ മകളൊന്ന് കാണാൻ അഡ്രസ് ഉണ്ട്. പിന്നെ അവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് അറിയാൻ പാടില്ല. എനിക്ക് പോകാൻ നാടും കൂടും ഒന്നുമില്ല ടീച്ചറെ. ഡാനി എന്റെ നാട്ടിലേക്ക് വരുന്നു. അവിടെ വന്ന എന്റെ പറമ്പിന്റെ ഏതെങ്കിലും ഒരു മൂലയില് ഡാനിക്ക് സുഖമായിട്ട് ജീവിക്കാം. ഒരാളും ബുദ്ധിമുട്ടിക്കില്ല. ഞാൻ വരാം. പക്ഷേ ടീച്ചർ ആദ്യം എന്റെ കൂടെ വരണം. എന്റെ മകളെ കാണാൻ ബാംഗ്ലൂര്. എന്താ ടീച്ചറെ, ഏറ്റാ? ഏറ്റു.
ലൂസിയാൻ അല്ല, കാതറിൻ. ലൂസിയാന്റെ വീടല്ലേ? ലൂസിയാൻ. ലൂസിയാൻ, അതെ. ഞാൻ ഡാനി. പപ്പ. പപ്പ? എന്റെ പപ്പ? വരൂ പപ്പ. കാതറിൻ, കാതറിൻ, can you believe it? ഇതിന്റെ പപ്പയാ. മമ്മിയുടെ? പപ്പ, ഇത് കാതറിൻ, എന്റെ അനിയത്തിയാ. മമ്മിയുടെ സെക്കൻഡ് ഹസ്ബൻഡ് ഫെർണാണ്ടസ് അങ്കിളിന്റെ മോളാ. ഫെർണാണ്ടസ് എവിടെ? പപ്പ മരിച്ചുപോയി. ഓ, നിങ്ങളുടെ മമ്മിയോ? മമ്മിയും മരിച്ചു. മമ്മി മരിച്ചു. ക്ലാര മരിച്ചു. മോക്കടെ ഫാമിലി? ആൽബർട്ട് ദുബായിലാ. പപ്പ, എനിക്ക് 2 പെൺമക്കളാ. അവരിപ്പോ വരും. ഇത് അമ്മ. അതെ, അമ്മ. അമ്മ ഹിന്ദു ആണോ? അതെ, അവര് ഹിന്ദുവാണ്. മമ്മി, നമ്മുടെ വരാന്തയില് ഒരു ഓൾഡ് മാനും ഓൾഡ് വുമണും. ഓൾഡ് മാന്റെ കയ്യില് ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ്. ഞങ്ങളെ കണ്ടില്ല. I too saw them. മക്കളെ, അത് നിങ്ങളുടെ ഗ്രാൻഡ് പാടാ. Grandpa? How good? And the other one? അത് ഗ്രാൻഡ് മോളെ. Grandma മരിച്ചില്ലേ? ഇത് വേറെ ഗ്രാൻഡ്മ. Another grandma. Another grandma? Look, we have 2 grandma. ഒരു grandma മരിച്ചുപോയി, ഒരു grandma alive. ലൂസിയാൻ. ക്ലാര. Grandpa, I am Merlin. I am Imelda. എനിക്കൊന്ന് മുഖം കഴിയണം. Come with us, Grandma. പപ്പ, മകളെ, മകളെ, ക്ലാര എപ്പോഴാണ് മരിച്ചത്? 4 വർഷമായി. നീ മമ്മിയോട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ത്? എന്തിനാണ് പപ്പാനെ ടച്ചും പോകുന്നതെന്ന്? മമ്മിക്കെന്നും ഫെർണാണ്ടസ് അങ്കിളിനോടായിരുന്നു ഇഷ്ടം. ഗുഡ് നൈറ്റ് പപ്പ. ലൂസിയാൻ മോളെ, ഞാൻ ഈ ഹാളിൽ കിടന്നോളാം. വേണ്ട, ഇവരകത്ത് കിടന്നോട്ടെ, ഞാൻ പുറത്ത് കിടന്നോളാം. പപ്പ, യു ആർ നോട്ട് മാൻ ആൻഡ് വൈഫ്. എന്താ ഇത് പപ്പ, ഈ വയസ്സുകാലത്ത്? വാട്ട് ഡു യു മീൻ? കാതറിൻ, ഹൗ വൾഗർ. ഇവർ ഹസ്ബൻഡും വൈഫും അല്ലെന്ന്. Oh God. മകളെ, ഞാൻ
ഞാനും പോണേണ്. Get lost, Papa. Danny. Danny. Yes, Margaret here. ഞാൻ ഭാർഗവി. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ്. ഇവിടെ ഒരു നഴ്സിംഗ് ഹോമിൽ വെച്ച് നിങ്ങളുടെ ഭർത്താവ് മിസ്റ്റർ ഡാനി മരിച്ചുപോയി. മാഡം, മാഡം, ക്യാൻ യു ഹിയർ മീ? ഡാനി, അയാൾ എന്റെ ഭർത്താവല്ല. എനിക്ക് അങ്ങനെ ഒരാളെ അറിയില്ല. എന്താ ഭാർഗവമ്മേ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അമ്മയുടെ അസുഖമൊക്കെ ഭേദമായോ? അമ്മുമ്മേ, ലഗേജ് ഇറക്കി വെച്ചൂടെ? നാരായണനാരെ, ഒന്ന് നിൽക്കുക. ശ്രദ്ധിച്ച് കേൾക്കുക. ഞെട്ടരുത്. ഇതിനകത്ത് ഒരു മനുഷ്യന്റെ ശവശരീരമുണ്ട്. എന്റെ കൂടെ ഇവിടേക്ക് വരണ വഴി മരിച്ചുപോയത്. ബോഡി ശ്രദ്ധിച്ച് താഴെ ഇറക്കി വയ്ക്കുക. പറയണ പോലെ ചെയ്യ. എന്താ ഭാർഗവമേ പറയണേ? ഏതോ ഒരാളുടെ ശവം. പോലീസൊക്കെ അറിഞ്ഞ എന്താവും? പോലീസിലൊക്കെ ഞാൻ അറിയിച്ചു കഴിഞ്ഞു. എന്റെ കയ്യില് കൃത്യമായ പേപ്പേഴ്സ് ഉണ്ട്. നിങ്ങള് ഞാൻ പറയണ പോലെ ചെയ്യാം. മോളകത്തേക്ക് വെക്കോ. വാൻകാരന്റെ പൈസ എത്രയാന്ന് വെച്ചാ കൊടുക്കുക. ബോഡി ഇറക്കി വരാന്തേ വെക്കുക. എന്നിട്ട് അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യൻ രീതിയിൽ ശരീരം അടക്കം ചെയ്യണം. പള്ളിക്കാര് സമ്മതിക്കുമെന്ന് തോന്നണില്ല. ഈ ഇടവകയിലുള്ള ആളല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ പറമ്പിൽ തന്നെ വേണ്ടി വരും. നമ്മുടെ പറമ്പിൽ ഒരു ക്രിസ്ത്യാനിയുടെ ശവം അടക്കേ? എന്തേ, ഭൂമികൾ കൊണ്ടാവോ? ഞാൻ പള്ളിയിൽ അച്ഛൻ്റെ അടുത്തേക്ക് പോവുക. നായര് വേണ്ടതൊക്കെ ചെയ്യ. വെറുതെ ബഹളം ഉണ്ടാക്കാണ്ട്. ദൈവമേ, ഇതാരാ നാരായണനാരെ? ആർക്കറിയാം? എവിടെയോ ജീവിച്ച ഏതോ ഒരു മനുഷ്യൻ. ഇതാരാ അമ്മുമ്മേ? അറിയില്ല മോളെ.
അതാരായിരുന്നു? ആര്? ആ മരിച്ചാള്. അയാള് ഡാനിയൽ തോംസൺ. ഡാനിയുടെ കഥയും ഈ കഥ പറച്ചിലും ഇവിടെ അവസാനിക്കുന്നു.